Hello friends, welcome back to my channel. ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വെജ് സാലഡ്, നോൺ വെജ് സാലഡ് രണ്ടും കൂടി ആയിട്ടുള്ള ഒരു സാലഡ് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പോൾ നമ്മുടെ സാലഡിന് ഫസ്റ്റ് നമുക്ക് ആവശ്യമുള്ളത് കുക്കുംബർ. ഇത് 3 കുക്കുംബർ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചേക്കാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളി ഇടാം ചെറുതാക്കിയിട്ട്. തക്കാളിയുടെ ഉള്ളിലത്തെ കുരു ഇട്ടിട്ടില്ല കേട്ടോ, ഔട്ടർ സ്കിൻ മാത്രമാണ് എടുത്തേക്കുന്നത്. ഉള്ളിലത്തെ നമ്മുടെ കുറച്ച് വെള്ളം വരുന്ന ഭാഗം നമ്മൾ മാറ്റി വെച്ചേക്കാണ്. അപ്പം അങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ വെള്ളം ആദ്യം പുറത്തേക്ക് വരില്ല, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ചോളം, സ്വീറ്റ് കോൺ ഇതിലേക്ക് ഇടാം. നമ്മുടെ സാലഡ് ആകുമ്പോൾ എന്ത് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം ഇടാം കേട്ടോ. ഇവിടെ സ്വീറ്റ് കോൺ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് നന്നായിട്ട് സ്വീറ്റ് കോൺ ഇടുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ വെജിറ്റേറിയൻ വെറൈറ്റി കാണിച്ചു തരാം, അതിന് ശേഷം നമുക്ക് നോൺ വെജിലേക്ക് പോവാം. അപ്പോൾ നിങ്ങൾക്കത് മാറ്റിയാൽ മതിയല്ലോ. ഇതിന് ശേഷം ക്യാരറ്റ് ഇത് ഞാൻ ഒരു വിസിലൊന്ന് വേവിച്ചിട്ടുണ്ട് ചെറുതാക്കി കട്ട് ചെയ്തിട്ട്. നമ്മൾ ക്യാരറ്റ് എപ്പോഴും ഒന്ന് വേവിച്ചിട്ട് കഴിക്കാനാണ് പറയാം, അതിൻ്റെ ഡൈജഷന് എപ്പോഴാണ് അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യാം. ഇത് 3 ക്യാരറ്റ് ഉണ്ട് കേട്ടോ. ക്യാരറ്റ് നല്ലതല്ല നമുക്ക്, അതുകൊണ്ട് പിന്നെ ഇത് നല്ല കളർഫുള്ളാവും, കുട്ടികൾക്ക് കഴിക്കാനായാലും ഇഷ്ടപ്പെടും നന്നായിട്ട്. ഇതിന് ശേഷം സീഡ്ലെസ് ഒലീവ്സ്, നമുക്ക് സീഡുള്ള ഒലീവ് വാങ്ങിച്ചിട്ട് ഇട്ടാലും മതി, സീഡ് കളഞ്ഞിട്ട്. ഇത് സീഡ്ലെസ് ഒലീവ്സ് ആണ്, ഇതിങ്ങനെ തന്നെ വാങ്ങിക്കാനും കിട്ടും, അതിടാം. ഇതിന് ശേഷം ലെറ്റ്യൂസ് ലീഫ് ചെറുതാക്കി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ഇതിലേക്ക് ഇടാം. പിന്നെ ഇതിന് ഒരു ഡിഫറെൻ്റ് ആയിട്ട് ആക്കാനായിട്ട് ആപ്പിൾ, നമുക്ക് 2 ആപ്പിൾ ഞാൻ ചോപ്പ് ചെയ്തിട്ടുണ്ട്, 2 ആപ്പിൾ ഇടാം. ഇതിന് ശേഷം നമുക്ക് കുറച്ച് നിങ്ങളുടെ ഇതിൽ വൈറ്റ് ക്യാബേജ് ഉള്ളതെന്ന് വെച്ചാൽ അതിടാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ പർപ്പിൾ ക്യാബേജ് കിട്ടും, അത് സാലഡ്സിനൊക്കെ സാധാരണ ഇടാറുണ്ട്. അത് ഞാൻ ചെറുതാക്കിയിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഈ കളേഴ്സ് കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും, കഴിക്കാത്ത ആൾക്കാർ വരെ ഈ സാലഡ് കഴിക്കും. കളർഫുള്ളാണ്, നല്ല ഓറഞ്ചും പർപ്പിളും പിന്നെ ഇടയ്ക്ക് ആപ്പിളിൻ്റെ മധുരം എല്ലാം കൂടി വരുമ്പോൾ നല്ല രസമായിരിക്കും. ഇതിൽ സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രം നിങ്ങൾ ഉപ്പ് ഇടണം കേട്ടോ, അല്ലെങ്കിൽ ഇതിൻ്റെ വെള്ളം ഒലിക്കും. അതുകൊണ്ടാണ് സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രം ഉപ്പും നാരങ്ങ നീരും മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഇംലി ചട്നി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇതുവരെയാണ് നമ്മുടെ വെജിറ്റേറിയൻസിൻ്റെ കേട്ടോ. ഇതിൻ്റെ കൂടെ ഒരു മെയിൻ സാധനം കൂടി നമ്മൾ ഇതിലിടുന്നുണ്ട്, അതാണ് നമ്മുടെ എള്ള് ഞാൻ കുറച്ച് എള്ള് ഞാൻ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്, ഇത് നമുക്ക് ഇടാം. എള്ള് എന്തായാലും നല്ലതാണല്ലോ ഹെൽത്തിന്. അപ്പോൾ നമ്മൾ എള്ളൊന്ന് ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്, എന്നിട്ട് ഇതിലേക്ക് ഇടാം. നല്ല കളർഫുള്ളായിട്ടില്ലേ, ഇതിൻ്റെ മധുരവും പുളിയും എല്ലാം കൂടി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കിയല്ലോ. അപ്പോൾ ഇത് നമ്മുടെ വെജിറ്റേറിയൻ സാലഡായി, ഇത് പ്യുവർ വെജിറ്റേറിയൻ. ഇനി കുറച്ച് ഒന്ന് മിക്സ്ഡ് വെജിറ്റേറിയൻസിന് പറയാം, അവർക്ക് വേണമെങ്കിൽ നമുക്ക് എഗ് വൈറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എഗ്ഗിൻ്റെ യോക്ക് എടുക്കണ്ട, എഗ് വൈറ്റ് മാത്രം എടുത്താൽ മതി, അതിടാം. അല്ലെങ്കിൽ നമുക്ക് നോൺ വെജിറ്റേറിയൻ ആക്കണമെങ്കിൽ നമുക്ക് ഫിഷ് ഞാനിവിടെ ഒന്ന് വേവിച്ചിട്ട് ഉപ്പിട്ട് വേവിച്ചിട്ട്, ഇത് നമ്മുടെ ഫ്ലഷി ഫിഷ് ഉണ്ടാവില്ലേ, ട്യൂണ, സെയിൽ ഫിഷ് അങ്ങനത്തെ, അത് ഞാൻ ഫ്ലഷ് മാത്രം എടുത്തിട്ട് ഉപ്പിട്ടൊന്ന് വേവിച്ചിട്ടുണ്ട്, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റ് ഇതിന് കിട്ടും. നിങ്ങൾക്ക് എഗ് വൈറ്റ് മാത്രം ഇടണമെങ്കിൽ അത് ഇടാം, അല്ലെങ്കിൽ ഈ ഫിഷ് ഇടണമെങ്കിൽ അതും ഇടാം. ഇതിട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പല പ്രോട്ടീനും എല്ലാം കൂടിയായിട്ട് നമുക്ക് നല്ല രസമായിട്ടുള്ള സാലഡ് ഇതിന് കിട്ടും. പിന്നെ ലാസ്റ്റിൽ നമ്മൾ മറക്കരുത്, ഇനി നമുക്ക് ഇതിലേക്ക് നാരങ്ങ നീര്, ഹാഫ് ലെമൺ ഞാൻ ഇപ്പോൾ എടുക്കണല്ലോ കേട്ടോ, നാരങ്ങ നീര് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രമേ നിങ്ങൾ ഇട്ടോളൂ കേട്ടോ, അല്ലെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് വെള്ളം ഇടും. ഉപ്പ് ഞാൻ ഇപ്പോൾ ഇട്ടിട്ടില്ല,
ഹാഫ് നാരങ്ങയുടെ നീര് ഇട്ട് കൊടുക്കാം. ഹാഫ് നാരങ്ങയുടെ നീര് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിനാവശ്യമുള്ളത് ചാട്ട് മസാല. നിങ്ങൾക്ക് ഒരു ഇഷ്ടമാണെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഇത് നമുക്കൊരു ടീസ്പൂൺ ചാട്ട് മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ആ ഫ്ലേവർ ഇഷ്ടമാവും. ഇത് നമുക്ക് ഡിന്നറിനായിട്ട് സാലഡ് മാത്രം കഴിക്കുന്ന ആൾക്കാർക്ക് നല്ല ഫില്ലിംഗ് ആയിട്ട് ഒരു ബൗൾ കൊടുത്താൽ മതി. നല്ല ഫില്ലിംഗ് ആയിരിക്കും. എല്ലാ ടേസ്റ്റൊക്കെ വരുമ്പോൾ നല്ല ഹെൽത്തിയും ആയിരിക്കും. നിങ്ങളിപ്പോൾ എന്തായാലും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയോളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.